വെടിനിർത്തൽ ചർച്ചാ നടപടികൾ ഗാസയിൽ പുരോഗമിക്കുകയാണ്. ഇതിനിടെ ഇസ്രായേൽ ടാങ്കുകൾ വീണ്ടും ഗാസ സിറ്റിയിൽ പ്രവേശിച്ചിരിക്കുന്നു. രാത്രി മുഴുവനും നീണ്ട ബോംബാക്രമണത്തിന് ശേഷമാണ് ഇത്. മേഖലയിലെ ജനങ്ങളോട് ഒഴിഞ്ഞുപോകാൻ സൈന്യം മുന്നറിയിപ്പ് നൽകിയതോടെ ആയിരങ്ങൾ പലായനം ചെയ്തു. 24 മണിക്കൂറിനിടയിൽ 40 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. ഡസൻ കണക്കിന് പേർക്ക് പരിക്കേറ്റു. ഗാസ മുനമ്പിനും അവിടുത്തെ ഹതശരായ ജനങ്ങൾക്കും നേരെ ഇസ്രായേൽ നടത്തുന്ന സമാനതകളില്ലാത്ത ക്രൂരതകൾ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നരഹത്യയ്ക്കായാണ് വഴിയൊരുക്കുന്നതെന്ന് പഠന റിപ്പോർട്ട്. ബ്രിട്ടൻ ആസ്ഥാനമായുള്ള പ്രമുഖ മെഡിക്കൽ ജേണലായ ദി ലാൻസെറ്റ് നടത്തിയ പഠനത്തിലാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. യുദ്ധം അതിന്റെ 9ാം മാസത്തിൽ എത്തി നിൽക്കുമ്പോൾ ഗാസയുടെ ഭൂരിഭാഗവും നശിച്ചു. യുദ്ധത്തിന് മുമ്പുള്ള ഗാസയിലെ ജനസംഖ്യ 2.3 ദശലക്ഷമായിരുന്നു. ഇതിൽ മിക്കവാറും എല്ലാവരെയും മാറ്റിപ്പാർപ്പിച്ചു. 37,000-ലധികം ആളുകൾ, അതായത് ഒരു എൻക്ലേവിലെ ജനസംഖ്യയുടെ ഏകദേശം 1.7% കൊല്ലപ്പെട്ടു. 86,000-ലധികം ആളുകൾ, അതായത് ആ ജനസംഖ്യയുടെ ഏകദേശം 3.7% പരിക്കേറ്റിട്ടുണ്ട്. 356 ദിവസത്തെ പോരാട്ടത്തിന് ശേഷം ജൂൺ 19 ഹമാസിനെ ഉന്മൂലനം ചെയ്യാൻ കഴിയില്ലെന്ന് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരിയും പറഞ്ഞു. ഗാസയിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 1,80,000 കവിഞ്ഞുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 2011-നും 2021-നും ഇടയിൽ എത്യോപ്യയിലെ ആഭ്യന്തര യുദ്ധത്തിൽ 6 ലക്ഷം പേർ കൊല്ലപ്പെട്ടതിന് ശേഷം ലോകം കണ്ട നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നരഹത്യയാണ് ഗാസയിൽ നടക്കുന്നതെന്നും ദി ലാൻസെറ്റ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പറയുന്നു. ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട കണക്കുകളിൽ 2023 ഒക്ടോബർ 7 സംഘർഷം ആരംഭിച്ച ശേഷം 38,000 പലസ്തീനികളാണ് ഇതുവരെ കൊല്ലപ്പെട്ടത് എന്നാണ് രേഖപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഈ കണക്കുകൾ തെറ്റാണെന്നും യാതൊരു രേഖകൾ പോലുമില്ലാതെ കൂട്ടശ്മശാനങ്ങൾ ഒരുക്കി പലയിടത്തും ആളുകളെ കൂട്ടമായി കുഴിച്ചു മൂടിയിട്ടിട്ടുണ്ടെന്നും അധിനിവേശം നടത്തുന്ന ഇസ്രായേലിനെതിരെ ആയുധമെടുത്തു പോരാടുന്ന പലസ്തീനികളുടെ മനോവീര്യം കെടുത്താതിരിക്കാനാണ് യഥാർത്ഥ കണക്കുകൾ അവർ പുറത്തുവിടാത്തതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പശ്ചിമേഷ്യ ഇതുവരെ കാണാത്ത അത്ര വലിയ കെടുതിയിലേക്കാണ് നീങ്ങുന്നതെന്നും സമീപ വർഷങ്ങളിലൊന്നും തന്നെ ഈ മേഖല സാധാരണ നിലയിലേക്ക് തിരികെ വരില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സംഘർഷത്തിൽ നേരിട്ട് കൊല്ലപ്പെടുന്നതിനേക്കാൾ വലിയ നരഹത്യയ്ക്കാണ് ഇനി മേഖല സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുന്നതെന്നുമാണ്. ലക്ഷക്കണക്കിന് പേർക്ക് ജീവൻ നഷ്ടമാക്കാവുന്ന പകർച്ചവ്യാധികളും മറ്റ് അസുഖങ്ങളും സംഘർഷത്തിന്റെ ഫലമായി മേഖലയെ സാരമായി ബാധിച്ചേക്കാമെന്നും പഠന റിപ്പോർട്ടിൽ പറയുന്നു. ഗാസയിലെ സംഘർഷം ഉടൻ അവസാനിച്ചാൽ പോലും ഈ യുദ്ധം തുടങ്ങിവെച്ച നരഹത്യ അവസാനിക്കില്ലെന്നും വരുന്ന വർഷങ്ങളിൽ കൊടിയ അസുഖങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും മൂലം ലക്ഷക്കണക്കിന് പേർക്ക് ജീവൻ നഷ്ടമായേക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഹമാസിനെ ഇല്ലാതാക്കാനെന്ന പേരിൽ ഗാസയ്ക്ക് മേൽ ഇസ്രായേൽ നടത്തുന്ന സൈനിക നീക്കം 9 മാസം പിന്നിടുകയാണ്. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ക്രൂരതകളാണ് ഗാസയ്ക്ക് മേൽ ഇസ്രായേൽ അഴിച്ചുവിടുന്നതെന്ന് ലോകരാഷ്ട്രങ്ങൾ വരെ ചൂണ്ടിക്കാട്ടുമ്പോഴും സൈനിക നടപടിയിൽ നിന്ന് പിന്നോട്ടില്ലെന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതൃത്വം ആവർത്തിക്കുന്നത്. എന്നാൽ ഗാസയിലെ സൈനിക നടപടിയുടെ പേരിൽ ഇസ്രായേൽ സർക്കാരും സൈന്യവും തമ്മിൽ ഭിന്നത ഉടലെടുത്തു കഴിഞ്ഞു. ഇസ്രായേൽ സൈനിക നേതൃത്വം ഗാസയിൽ വെടിനിർത്താൻ ആഗ്രഹിക്കുന്നുവെന്നാണ് കഴിഞ്ഞ ദിവസം ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തത്. ഇരു നേതൃത്വങ്ങളും തമ്മിൽ ഭിന്നത ചരിത്രത്തിലെ ഏറ്റവും മോശം അവസ്ഥയിലാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു.